ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദില നസ്രീൻ എന്ന കണ്ടസ്റ്റന്റ് ഇന്ന് കാണിച്ചു കൂട്ടിയ സംസ്കാര ശൂന്യമായ വൃത്തികെട്ട പ്രവൃത്തികളെ ന്യായീകരിക്കാനും മനുഷ്യരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ. പകുതിയും മുക്കാലും ഒക്കെ കണ്ടിട്ട് വീഡിയോ ഇടാൻ വ്യഗ്രതപ്പെട്ടാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നിരിക്കും കേട്ടോ. അത് ആരോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ആദിലയും മനീഷും തമ്മിലുണ്ടായ ആ ഒരു പ്രശ്നം ഞാനിത് മുഴുവനും ലൈവിന്റെ റെക്കോർഡിങ്ങിൽ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു പ്രശ്നത്തിനിടയ്ക്ക് അനീഷ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വെസൽ ടീമിൽ തന്നെയുള്ള ജിഷിൻ പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്തു. എന്തുകൊണ്ട് ഇത്രയും നേരമായിട്ടും ആദിലയ്ക്ക് മാത്രം ഡ്യൂട്ടി ചെയ്യാൻ മടി? ഇതാണ് അനീഷ് ആദിലയോട് ചോദിച്ച ആ ഒരു കാര്യം. ആ ഒരു പ്രശ്നത്തില് ന്യായം മുഴുവനും അനീഷിന്റെ ഭാഗത്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ ഡയലോഗിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആദിലയ്ക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ട് മടിയാണ്, താല്പര്യമില്ല. ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് അവിടെ ഇവിടെ ഇരുന്ന് നൂറയുമായിട്ടും അനുമോളുമായിട്ടും ഒക്കെ ഗോസിപ്പ് അടിച്ചിരിക്കുക, അതേപോലെ തന്നെ പുതപ്പ് മൂടി കിടക്കുക, ഈ രീതിയിലുള്ള പരിപാടികളാണ് ആദില അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് ഈ ഒരു പ്രശ്നം വെറുതെ ഉണ്ടാക്കിയതൊന്നും അല്ല. പാത്രങ്ങൾ അവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്നത് കൃത്യമായി ലൈവിൽ കാണിച്ചിട്ടുണ്ട്. അത് കഴുകേണ്ട സമയത്ത് അതായത് ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് പുതച്ചു മൂടി ആദില ബെഡ്റൂമിൽ കിടക്കുവാണ്. അനീഷ് ഇത് പറയുമ്പോൾ പോലും ആദില പുതച്ചു മൂടി അവിടെ കിടക്കുവാണ്, സുഖം പിടിച്ച് കിടക്കുവാണ്. അതിനെതിരെയാണ് അനീഷ് പ്രതികരിച്ചത്. അതിനെന്തിനാണ് അനീഷിനെ കുറ്റം പറയുന്നത്? അനീഷിന്റെ മേൽ എന്തിനാണ് ചാരുന്നത്? ഇതിനു മുമ്പും 2 തവണ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നും അനീഷ് നിപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. കഴുകുന്ന് പോയി നിർബന്ധിക്കുന്നുണ്ട്. അത് നിർബന്ധിക്കും, കാരണം അനീഷാണ് വെസൽ ടീം ക്യാപ്റ്റൻ. അനീഷ് അത്രയും നല്ല വെസൽ ടീം ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ഡ്യൂട്ടി തന്നെ അനീഷിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആരെങ്കിലും വെസൽ ടീം ഡ്യൂട്ടി ഇത്രയും മികച്ച രീതിയിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാരണം അനീഷാണ് ഈ ഒരു 2-3 ആഴ്ചയായിട്ട് വെസൽ ടീം ക്യാപ്റ്റൻ. അപ്പൊ അനീഷ് അത്രയും മികച്ച രീതിയിൽ ഈ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ടാണ് വന്ന് വരുന്ന ക്യാപ്റ്റൻസ് എല്ലാം അനീഷിന് ഈ ഡ്യൂട്ടി കൊടുത്തോണ്ടിരിക്കുന്നത്. ആദില സ്വാഭാവികമായിട്ടും ഇറിറ്റേറ്റഡ് ആയിട്ട് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും പ്രവോക്ക് ആവാതെ അനീഷ് അവിടെ തന്നെ നിന്നു, കുറെ സമയം നിന്നു. ആദില പറഞ്ഞുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാനായിട്ട് കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അത്രയ്ക്ക് സംസ്കാരശൂന്യമായ വർത്താനങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പൊറുതി മുട്ടിയിട്ടാണ് അനീഷ് പറയുന്നത്, കിച്ചൺ ടീമിനോട് എനിക്കാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്, ഞാൻ പോയി കഴുകി വെച്ചോളാം എന്ന്. ഉടനെ ആദില പോയി ഇന്നലെ പ്രോമോയിൽ കാണിച്ച പോലത്തെ തോന്നിവാസങ്ങൾ മുഴുവനും കാണിക്കുന്നുണ്ട്. അനീഷിന്റെ ബെഡും സാധനങ്ങളും ഒക്കെ വലിച്ചു വാരിയിട്ട് പാത്രം കഴുകാൻ പോയ അനീഷിന്റെ മേത്ത് എച്ചിൽ വെള്ളവും തെറിപ്പിച്ച് എന്തൊരു സംസ്കാരശൂന്യമായ വൃത്തികെട്ട പ്രവർത്തികളാണ് ഈ കാണിക്കുന്നതെന്നറിയോ? ഇത്രയും ഡീസന്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. എനിക്കിത് കണ്ടിട്ട് എനിക്ക് വേറെ പലതും എനിക്ക് പറയാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാതിരിക്കുന്നതാണ്. ഒരു രീതിയിലും ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല ഈ പ്രവൃത്തിയൊന്നും. ആര് ന്യായീകരിച്ചാലും അവരുടെ ഭാഗത്ത് അവരുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. അല്ലാതെ ഇതിനകത്ത് അനീഷ് ഒരു രീതിയിലുള്ള തെറ്റും ചെയ്തിട്ടില്ല. ഡ്യൂട്ടി ചെയ്യാനുള്ള മടി, പിന്നെ അനീഷിനെ ഇങ്ങനെ നിർത്തി ഇങ്ങനെ വട്ട് കളിപ്പിക്കൽ, ഇതൊക്കെയാണ് ആദിലയുടെ കോണ്ടന്റുകൾ. ആദില ഇതൊക്കെയാണ് ഗെയിമായിട്ട് കണ്ടിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഒരു കോണ്ടന്റും ഇല്ല, ഗെയിമും ഇല്ല. വന്നു ഇത് മാത്രമായിരിക്കുകയാണ് ആദിലയുടെ ഗെയിം. ഡ്യൂട്ടി ചെയ്യാതിരുന്ന് അനീഷിനെ എല്ലാ ആഴ്ചയും ഇതേപോലെ കൊണ്ടുവന്ന് നിർത്തണം, അതാണ് ആദിലയുടെ ഗെയിം. ഡ്യൂട്ടി ചെയ്യാതെ മടി കാണിച്ചിട്ടിരുന്ന് അനീഷിനെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തണം. ഇത് കോണ്ടന്റ് ആണെന്ന് കണ്ടിട്ട് ക്യാപ്റ്റൻ ആവുന്നവര് ഇങ്ങനെ ഇവരെ രണ്ടുപേരും ഒരു ടീമിൽ ഇടുകയും ചെയ്തോളൂ. പ്ലീസ് കഴുകി വെക്ക് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആദിലയുടെ അടുത്ത് റിക്വസ്റ്റും ചെയ്യണം കുറെ തവണ. എന്നിട്ട് ആദിലയുടെ വായിലിരിക്കുന്ന അളിഞ്ഞതും ചീഞ്ഞതും തൊലിച്ചതും എന്റെ വായിൽ നിന്ന് എനിക്ക് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നത് കണ്ടിട്ട്. മാന്യരായ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം. അത്രയും അളിഞ്ഞതും ചീഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആദില പറയുന്നത്. ഇതൊക്കെ ഈ പാവം പിടിച്ച മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് കേൾക്കണം. അതിന്റെ പുള്ളി തിരിച്ചൊന്നും പറയുന്നില്ലെന്നുള്ളതാണ് കേട്ടോ. പുള്ളിയുടെ ഒരു മാന്യത നിങ്ങളൊന്ന് ഓർത്തോണം. പുള്ളി തിരിച്ചൊന്നും പറയുന്നില്ല. ഇത് എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത്? ആദിലയുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. ഈ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ബെയർ മിനിമം ഒരു ക്വാളിറ്റിയാണ് ഒരു മനുഷ്യന് ഉണ്ടാവേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ എന്റെ വീട്ടിൽ പാത്രം ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഞാൻ പോയി കഴുകി വെക്കും. മനസ്സിലായി? അത് ഒരു മിനിമം ഒരു ക്വാളിറ്റി ഉള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡീസൻസി അല്ലെങ്കിൽ എറ്റിക്കറ്റ് എന്നൊക്കെ പറയും. നമ്മൾ താമസിക്കുന്ന ഒരു വീട്ടിലെ പാത്രങ്ങൾ അത് സദാസമയത്ത് കഴുകി വെക്കുക എന്നൊക്കെ പറയുന്ന ഒരു മര്യാദയാണ്. അതുകൊണ്ട് ഓർത്തോണേ, ടീം മീറ്റിംഗിൽ ഏത് സമയത്തെ ഡ്യൂട്ടിയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കറക്റ്റ് സൗകര്യം എന്നൊക്കെ നോക്കി പിക്ക് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാണ് എല്ലാവരും ഡ്യൂട്ടിക്ക് കയറിയത്. അല്ലാതെ ആദിലയുടെ തലയിൽ ചാപ്പ അടിച്ചിട്ടൊന്നുമില്ല ആരും. എന്നിട്ട് ഈ പെണ്ണ് എന്താണ് കാണിച്ചത്? പുറച്ചു മൂടി കിടക്കുക, കത്തി വെച്ചിരിക്കുക. ഇതൊക്കെ പ്രേക്ഷകർ കാണില്ല എന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത് ആദില. പക്ഷെ എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അനീഷിന്റെ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടതൊക്കെ വെറും മോശമായി പോയി, വെറും ചന്ത സംസ്കാരമായി പോയി. അല്ലാതെ ഒന്നും പറയാനില്ല, അത്രയേറെ മോശം. ആദിലയുടെ ഈ നെഗ്ലിജൻസ് കണ്ട് സഹി കെട്ടിട്ട് ആ മനുഷ്യൻ ആദിലെ സഹായിക്കാനായിട്ട് അവിടെ പോയി നിൽക്കുന്നതാണ്, പാത്രം കഴുകാനായിട്ട്. എന്നിട്ട് ആദില എന്താണ് ചെയ്തത്? സംസ്കാരം എന്താണെന്ന് കാണിച്ചു തന്നു. ആദിലയുടെ
സംസ്കാരം അങ്ങ് കാണിച്ചു തന്നു. ലക്ഷ്മി അതിനെ പറ്റി പറഞ്ഞതില്ല, എല്ലാം ഒന്നും സത്യമായിരിക്കില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, പാത്രം കഴുകാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് എച്ചില് വെള്ളം ഒരാളുടെ മേത്ത് തീർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരാളുടെ ബെഡ്ഷീറ്റ്സ് എടുത്ത് ഇങ്ങനെ നടക്കുന്ന തറയിൽ വലിച്ചു വാരിയിടുന്ന ഒരാളെ തീർച്ചയായിട്ടും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഞാൻ വേണേ എഴുതി തരാം. ഇങ്ങനെയുള്ള ആളുകളെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഈ രീതിയിലുള്ള ചന്ത സംസ്കാരം കാണിക്കുന്ന ആളുകളെ. ഞാൻ പറഞ്ഞാൽ കൂടി പോകും കേട്ടോ. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.